ആര്യവൈദ്യ ഫാർമസി സ്ഥാപകന്റെ മകളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പരേതനായ പി.വി. രാമവാര്യരുടെ മകൾ കസ്തൂരി ജി കുട്ടിയെ നഞ്ചുണ്ടാപുരം റോഡിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. 83 വയസ്സായിരുന്നു. കൈകാലുകൾ ബന്ധിച്ച് വായ പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു. കവർച്ചാശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. നഞ്ചുണ്ടാപുരം റോഡിലെ പാഴ്സൺ അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയാണ് കസ്തൂരി. മകൻ ഡോക്ടർ രാംകുമാർ കുട്ടിക്കൊപ്പമാണ് കസ്തൂരി താമസിച്ചിരുന്നത്. ഇദ്ദേഹം നിലവിൽ വിദേശയാത്രയിലാണ്. വെള്ളിയാഴ്ച രാവിലെ TVS നഗറിൽ താമസിക്കുന്ന മകൾ പലതവണ വിളിച്ചിട്ടും അമ്മ ഫോണിൽ കണക്റ്റായിരുന്നില്ല. പിന്നീട് അമ്മയെ കിട്ടാതായതോടെ അയൽവാസികളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. അവരെത്തി നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ കട്ടിലിൽ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ രാമനാഥപുരം പോലീസിൽ വിവരമറിയിച്ചു. വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലായിരുന്നു. കസ്തൂരി ധരിച്ചിരുന്ന 2 പവന്റെ മാല നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റെന്തെങ്കിലും കവർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. വീട്ടിലെ സഹായിയായ നേപ്പാൾ സ്വദേശിനി സുർജോ റോക്കിയെ സംഭവത്തിന് ശേഷം കാണാതായിട്ടുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ വെള്ളിയാഴ്ച രാത്രി 12:15-ന് 3 പേർ ഫ്ളാറ്റിലെത്തിയതായി കണ്ടെത്തി. സുർജോ റോക്കി ഇവർക്ക് വാതിൽ തുറന്നു നൽകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ സംഘം മടങ്ങിപ്പോവുകയും ചെയ്തു. ഹോം നഴ്സിന്റെ മൊബൈൽ ഫോൺ വീടിന് സമീപത്തു നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 24 മണിക്കൂറും സുരക്ഷാ ജീവനക്കാരുള്ള അപ്പാർട്ട്മെന്റിലാണ് അതിക്രൂരമായ ഈ കൊലപാതകം നടന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർ കാർത്തികേയൻ, അസിസ്റ്റന്റ് കമ്മീഷണർ വസന്തരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കേസ് അന്വേഷണത്തിനായി 6 അംഗ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പരേതനായ ഗോപാലൻകുട്ടിയാണ് ഭർത്താവ്. മുൻ AVP ഡയറക്ടറാണ്. മക്കൾ ഡോക്ടർ രാംകുമാർ റെഡ്ഡി AVP ഡയറക്ടർ, വേലന്താവളം വൈദ്യഗ്രാമം ആശുപത്രി. സുജാത, സുശീല എന്നിവരും മക്കളാണ്. ഇവർ മുംബൈയിലാണ്. AVP MD ആയിരുന്നു പരേതനായ PR കൃഷ്ണകുമാർ. ഇദ്ദേഹം സഹോദരനാണ്. മൃതദേഹം കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാരം ശനിയാഴ്ച രാവിലെ 7-ന് നഞ്ചുണ്ടാപുരം ഈശാ ശ്മശാനത്തിൽ നടക്കും. ഇത് മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. അതേസമയം ഇവിടെ സഹായിയായിരുന്ന ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് സംഘം ശ്രമിക്കുന്നത്. അവരിൽ നിന്ന് മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. എന്തായാലും CCTV കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.